ഹായ് ഗൈസ്, ഞാനൊരു സിനിമ കണ്ടു. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് പറയാമെന്ന് കരുതുന്നു. ഇതൊരു മൂവി റിവ്യൂ ഒന്നുമല്ല, കാരണം എനിക്ക് മൂവി റിവ്യൂ ചെയ്യണമെന്ന് അറിയില്ല. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. എനിക്ക് കോൺഫിഡൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് അപ്ലോഡ് ചെയ്യും. ഞാനൊരു സറ്റയർ വാർ സിനിമ കണ്ടു. പക്ഷെ ഇതൊരു യൂഷ്വൽ വാർ സിനിമയല്ല. ഇതൊരു ഡാർക്ക് ഹ്യൂമറിലൊക്കെ പൊതിഞ്ഞിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സറ്റയർ, ഒരു ഡാർക്ക് ഹ്യൂമർ സാധനമാണ്. നിങ്ങളെ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. കാരണം ഇത് 2020 ഇറങ്ങിയ ജോജോ റാബിറ്റ് എന്നാണ് ഈ സിനിമയുടെ പേര്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലാണ് ഈ കഥ നടക്കുന്നത്. ഈ കഥയിൽ ഒരു കുട്ടിയുണ്ട്. 10 വയസ്സുകാരനായ ഒരു കുട്ടിയാണ് ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടർ. ജോജോ എന്നാണ് അവന്റെ പേര്. അവൻ ഈ ഹിറ്റ്ലറിന്റെ ആശയങ്ങളിലും നാസിസത്തിലും ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ജർമ്മനിയിലെ യുദ്ധത്തിൽ പങ്കെടുക്കണം, അവിടുത്തെ പട്ടാളത്തിൽ ചേരണം, ഇതൊക്കെയാണ് അവന്റെ ചെറുപ്പകാലത്തെ ആഗ്രഹങ്ങൾ. ഈ സിനിമ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യൂഷ്വൽ വാർ സിനിമകൾ കാണുന്ന പോലെ വെടി, ഇടി, പുക, ആ സാധനമല്ല. ഇത് ഈ ഒരു കുട്ടിയിലൂടെയാണ് സിനിമ യുദ്ധത്തിന്റെ ഭീകരമായ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അത് ആ കുട്ടിയുടെ ആംഗിളിലൂടെയാണ് നമ്മൾ കാണുമ്പോൾ അതിനെ ഒരു കോമഡിയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചാൽ പോലും അതിന്റെ ഭീകരതയോ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റോ നഷ്ടപ്പെടാതെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് ചിലപ്പോൾ ദഹിച്ചെന്ന് വരില്ല, കാരണം ഇതൊരു ഡാർക്ക് ഹ്യൂമർ, ഒരു സറ്റയർ ടൈപ്പ് പടമാണ്. എങ്കിലും നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഒരു ടേസ്റ്റിന് പറ്റിയ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകൾക്ക് ഈ ഡാർക്ക് ഹ്യൂമറും സറ്റയറും ഒന്നും ഇഷ്ടമല്ലായിരിക്കും. ചിലവർക്ക് അത് കണ്ടു നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ജോജോ റാബിറ്റ്. അപ്പോൾ ഇതില് ജോജോ ആണ് ഇതിന്റെ മെയിൻ ആള്, അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ ജോജോ ആണെന്ന് ഞാൻ പറഞ്ഞു. ജോജോയുടെ ആഗ്രഹം ഇതേപോലെ ജർമ്മനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഡെയിലി ഇവനിങ്ങനെ പ്രചോദനം ഉൾക്കൊണ്ട് ജർമ്മനിക്ക് വേണ്ടി അല്ലെങ്കിൽ നാസിസത്തിനകത്തോട്ട് ഡെയിലി ഇവനിങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവനൊരു ഇലൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ട്. അത് ഹിറ്റ്ലർ തന്നെയാണ്, അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ ഒരു കോമഡി വെർഷനാണ് ഇവന്റെ ഒരു ഇമാജിനറി ഫ്രണ്ടായിട്ട് ഇവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇവൻ ഓരോ കാര്യങ്ങൾ ഡെയിലി വന്നിട്ട് ഹിറ്റ്ലർ ഇങ്ങനെ ഇവനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നീ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നീ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു, നീ നാസിസത്തെ നീ കുറച്ചുകൂടെ ഇതായിട്ട് കാണണം, നീ ജർമ്മനിയുടെ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇമാജിനറി ഫ്രണ്ടായിട്ട് ഹിറ്റ്ലറിന്റെ ഒരു കോമിക് വേർഷനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം ഈ ജോജോയുടെ അമ്മയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്കാർലറ്റ് ജോഹാൻസൺ ആണ്. സ്കാർലറ്റ് ജോഹാൻസൺ എല്ലാവർക്കും അറിയാം, ബ്ലാക്ക് വിഡോ ആണ്. സോ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് സ്കാർലറ്റ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ജോജോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്കാർലറ്റ് ചെയ്തിരിക്കുന്നത്. സ്കാർലറ്റ് ആക്ച്വലി ഈ നാസിസത്തിന്റെ അല്ലെങ്കിൽ ഈ നാസി ജർമ്മനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി സീക്രട്ട് ആയിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സ്കാർലറ്റ്. അപ്പം ഇവര് രണ്ടുപേരും ആണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോജോ ഒരു ദിവസം തിരിച്ചറിയുന്നത് ജോജോയുടെ വീട്ടില് ജോജോയുടെ അമ്മ ജോജോ അറിയാതെ ഒരു ജൂത പെൺകുട്ടിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. അത് ഒരു ദിവസം അവൻ കണ്ടെത്തുന്നു. ഈ പെൺകുട്ടിയെ ഇവന്റെ വീട്ടിനകത്ത് ഒരു കബോർഡിനകത്ത് വെച്ച് ഇവൻ കാണുകയാണ് ഈ പെൺകുട്ടിയെ. ആ സമയത്തെന്ന് പറഞ്ഞാൽ ജൂതന്മാരെ വംശഹത്യ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ജോജോയ്ക്ക് ഭയങ്കര പേടിയായി. ഒന്ന് ജോജോയ്ക്ക് ആലോചിച്ചപ്പോൾ ജോജോയ്ക്ക് തോന്നി ഈ പെൺകുട്ടിയെ പിടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ സൈന്യത്തിൽ നിന്ന് ജോജോയ്ക്ക് റിവാർഡൊക്കെ കിട്ടും. പക്ഷെ ജോജോ മറ്റൊരു രീതി ചിന്തിച്ചപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയെ ജോജോയുടെ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജോജോയുടെ കാര്യവും തീർന്നു, ജോജോയുടെ അമ്മയുടെ കാര്യവും തീർന്നു. അപ്പൊ അത്തരം ഒരു അവസ്ഥയിലാണ് ജോജോ ഇരിക്കുന്നത്. ജോജോ അങ്ങനെ ഈ പെൺകുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് ഇത് പുറത്ത് പറയാതെ അവരങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഈ ജോജോ ഈ പെൺകുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര രസമുള്ള ബോണ്ടിങ്. ആദ്യം ഇവര് തമ്മിൽ കച്ചറയാണെങ്കിലും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആയിട്ട് ഇവര് തമ്മിൽ മാറുന്നുണ്ട്. ഇപ്പൊ ജോജോയുടെ കൺസെപ്റ്റിൽ ഈ നാസി സാധനം കിടക്കുന്നതുകൊണ്ട് തന്നെ ജോജോയുടെ കൺസെപ്റ്റിൽ ഈ ആര്യൻസ് അല്ലാത്തവരെല്ലാവരും ദുഷ്ടന്മാരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. അതൊക്കെ ഈ പെൺകുട്ടിയോട് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ജോജോയ്ക്ക് അതെല്ലാം മാറി കിട്ടുന്നതായിട്ടൊരു സാധനമുണ്ട്. പിന്നെ ഈ പെൺകുട്ടിയുടെ എന്താ പറയുക, ഒരു ട്രാൻസിഷൻ ഉണ്ട്. ശരിക്കും ജോജോയുടെ സിസ്റ്ററിന്റെ ഫ്രണ്ടാണ് ഈ പെൺകുട്ടി. ജോജോയുടെ സിസ്റ്റർ ചെറുപ്പത്തിലെ മരിച്ചു പോകുന്നതാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഈ നാസികൾ കൊന്നുകളയുന്നതാണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും. അതിനുശേഷം ജോജോയുടെ അമ്മ ഈ പെൺകുട്ടിയെ ജോജോയുടെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയാണ്. ഒരു കബോർഡിനകത്ത്, ഒരു ഇരുട്ട് നിറഞ്ഞൊരു കബോർഡിനകത്താണ് ഈ കുട്ടി ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജോജോ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞു, കണ്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇനി അവർക്ക് ആ കബോർഡിനകത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ആ വീട്ടിനകത്ത് കുറച്ച് സ്പേസ് കിട്ടി, അല്ലേ? ആ വീട്ടിനകത്ത് താമസിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് അവള് ജീവിച്ചിരുന്ന സ്പേസ് കബോർഡിൽ നിന്നും ആ വീട്ടിനുള്ളിലേക്ക് വരികയും അവിടെ ജോജോയായിട്ട് വരുന്ന ഒരു ബോണ്ടിങ്ങും ഒക്കെ ആയിട്ട് സിനിമ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇവര് തമ്മിലുള്ള ഒരു സാധനം. പിന്നെ ജോജോയുടെ അമ്മയായിട്ട് വരുന്ന സ്കാർലറ്റിന്റെ പെർഫോമൻസ്, സ്കാർലറ്റിന്റെ ചില സീനുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആക്കാറുണ്ട് ഈ സിനിമയിൽ. പക്ഷെ
എന്താ പറയുക, ഈ സിനിമ തീരുന്നത് വളരെ വളരെ മനോഹരമായിട്ടാണ്. അല്ലെങ്കിൽ ഒരു സാഡ് എൻഡിങ് അല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. വളരെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഈ സിനിമയ്ക്ക് നമുക്ക് തരാൻ പറ്റുന്നത്. സിനിമയുടെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ നമുക്ക് ആ യുദ്ധത്തിന്റെ ഭീകരത അത് ഭയങ്കരമായിട്ട്, ഈവൻ ദോ അതൊരു ഹ്യൂമർ പോയിന്റിലൂടെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ പോലും അത് ആ യുദ്ധത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് സംവിധായകന് സാധിക്കുന്നുണ്ട്. അതുപോലെ മെയിൻ ആയിട്ടുള്ള വേറൊരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ജോജോ ആർമി ട്രെയിനിങ്ങിൽ പോകുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ ആർമി ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആർമി ട്രെയിനിങ്ങിൽ ജോജോയുടെ സീനിയർ ആയിട്ട് വരുന്ന ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ മേജറായിട്ട്, നമ്മുടെ മേജർ പോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹവും ജോജോയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. അദ്ദേഹം ഈ നാസി സൈന്യത്തിന്റെ നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിനും ഈ ചൂഷണത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നൊരു സാധനം. അദ്ദേഹം ആദ്യം നെഗറ്റീവായിട്ടുള്ളൊരു രീതിയിൽ കാണുന്നുണ്ടെങ്കിലും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. പുള്ളി ജോജോയായിട്ട് വരുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അതായത് പറയുന്നില്ല, പക്ഷെ ആ ക്ലൈമാക്സിൽ ഭയങ്കര രസമാണ്. നമുക്ക് ഇമോഷണലി ഡ്രൈൻ ആവുന്ന രീതിയിലൊരു സീനിലാണ് ജോജോയും ജോജോയുടെ ആർമി കമാൻഡറും അല്ലെങ്കിൽ ജോജോയുടെ ആർമി ട്രെയിനറും ഒക്കെ തമ്മിലുള്ള ഒരു കണക്ഷൻ ഭയങ്കര രസമാണ്. അപ്പം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ് ഇത്. യുദ്ധത്തിന്റെ ഭീകരത കാണിക്കുന്നതിനും അപ്പുറം മനുഷ്യർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിന്റെ സാധനം ഈ സിനിമ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ഈ സിനിമയ്ക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ സിനിമ തീരുമ്പോൾ എഴുതി കാണിക്കുന്ന ഒരു കോട്ടുണ്ട്, ഒരു പോയിറ്റിന്റെ കോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെയാണ്: ലെറ്റ് എവറിത്തിങ് ഹാപ്പൻ ടു യു, ബ്യൂട്ടി ആൻഡ് ടെറർ, നോ ഫീലിംഗ് ഈസ് ഫൈനൽ, ജസ്റ്റ് കീപ് ഗോയിങ്. അത് തന്നെയാണ് ഈ സിനിമയും പറഞ്ഞു തരുന്നത്. എല്ലാം നിങ്ങൾക്ക് സംഭവിക്കട്ടെ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും സംഭവിക്കട്ടെ, അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക എന്നുള്ളത്. സോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. നല്ല രസകരമായൊരു സിനിമയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.